പലിശയുടെ വരുമാനം ടാക്സിൻ്റെ ഡിഡക്ഷൻ കൂടി വരുമ്പോഴത്തേക്കും ബാങ്ക് നിക്ഷേപത്തിൽ നിന്നുള്ള ഈൽഡ് വളരെ കുറവാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ആൾക്കാർ തിരിയുന്നു. ബാങ്കിലെ പലിശ വരുമാനമാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഇൻകം ടാക്സ് സ്ലാബ് എത്രയാണോ 20% ആണെങ്കിൽ 20%, 30% ആണെങ്കിൽ 30% ഇങ്ങനെ കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിലൊരു മാറ്റം ബാങ്കുകൾ പൊതുവെ ഇന്ത്യയിലെ ബാങ്കുകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുദ്രാ ലോണിൻ്റെ വായ്പാ പരിധി ഇപ്പോൾ കൊളാറ്ററലോ ഈടോ ഒന്നും ഇല്ലാതെ തന്നെ 10 ലക്ഷം രൂപ വരെ സ്വയം തൊഴിലിനായി മുദ്രാ ലോണിൻ്റെ പദ്ധതിയിൽ കൊടുക്കപ്പെടുന്നുണ്ട്. അത് 20 ലക്ഷം ആക്കും എന്നുള്ളത് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഈ ബജറ്റിൽ തന്നെ മിക്കവാറും നമുക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും. 3 ലക്ഷം രൂപ വരെയാണ് ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന് പലിശ ഇളവ് ലഭിക്കുന്നത്. അത് കൂട്ടി ഒരു 4-5 ലക്ഷമാക്കാനുള്ള സാധ്യത കാണുന്നു. ഇത് ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത് സർക്കാരിന് അവർ പ്രതീക്ഷിച്ച ഇൻ്ററിം ബഡ്ജറ്റിൽ പ്രതീക്ഷിച്ച വരുമാനത്തെക്കാളും ഏകദേശം റഫായിട്ടുള്ള, പൊതുവെ പറഞ്ഞാൽ ഒരു 2.5 ലക്ഷം കോടിയോളം രൂപ അധികം ചെലവഴിക്കാനായിട്ടുള്ള കെൽപ്പ് വന്ന് ഭവിക്കുന്നു. റിസർവ് ബാങ്കിൻ്റെ ഡിവിഡൻഡ് കൂടി, നികുതിയുടെ പിരിവ് വളർച്ചാ നിരക്കിന് ആനുപാതികമായിട്ട് നോക്കുമ്പോൾ നികുതി പിരിവ് കാര്യക്ഷമമായിട്ട് നടക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി കാശ് ഈ വർഷം 24-25 കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ കയ്യിൽ വരും. ആ പൈസ ജനക്ഷേമകരമായ കാര്യങ്ങൾക്ക് ചെലവാക്കുവാനുള്ള ഒരു സാഹചര്യം ഈ ബഡ്ജറ്റിൻ്റെ പശ്ചാത്തലത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.